ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ബോൺ ഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അസ്ഥികൂടത്തിന്റെ മുഖംമൂടി ധരിച്ച ഒരു കില്ലർ, അവന്റെ പേരാണ് ബോൺ ഫേസ്. അത് തന്നെയാണ് ഈ ഒരു മൂവിക്കും അവർ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കില്ലർ കുറച്ചാളുകളെ കൊന്നതിന് ശേഷം രക്ഷപ്പെട്ട് കയറുന്നതാണെങ്കിലോ ഒരു ചെറിയ ഹോട്ടലിലേക്ക്. അങ്ങനെ അവനെ തേടി വരുന്ന 2 പോലീസുകാരെ ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നതും ഇപ്പോ സാധാരണ ജനങ്ങൾക്കിടയിൽ ആ ഒരു കൊലയാളി ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പൊ അവൻ ആരാണെന്ന് ഇവരിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോലീസുകാരുടെ ടാസ്ക്. ഇപ്പൊ ആ ഒരു കൊലയാളി ആരാണെന്ന് ഈ ഒരു പോലീസുകാർ കണ്ടുപിടിക്കണം. ഇതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അപ്പൊ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് രാത്രി സമയത്ത് ഒരു ക്യാമ്പിംഗ് സൈറ്റ്. ഈ വർഷാവർഷം സമ്മർ ടൈമിലെ കാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ക്യാമ്പിംഗ് സൈറ്റുകൾ ഉണ്ടാക്കും. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു കാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗവൺമെന്റ് ആണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിന്റെ ഓണറായാലും വാലണ്ടിയർ ആയിട്ട് ഇവിടേക്ക് വരുന്ന കുട്ടികളെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് കുറച്ച് ദിവസത്തേക്ക് അവിടെ ഇങ്ങനെ നടത്തും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് മേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പിംഗ് സൈറ്റ്. അവിടെ വാലണ്ടിയർ ആയിട്ട് വന്നൊരു പെണ്ണ് എന്തോ ഒരു അർജന്റായിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വരുമ്പോൾ അവളെ വിളിച്ചു വരുത്തിയ ആ ഒരാളിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് അവൾ പറയുന്നത്, ഇന്നത്തോടെ സമ്മർ കഴിയാണ്, ഞാനാണെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഈ ഒരു സമയത്ത് എന്താണ് ഇത്ര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഏയ് ഇത് കുറച്ച് അർജന്റായിട്ടുള്ളൊരു ജോലിയാണ്. ഈ ക്യാമ്പിംഗ് സൈറ്റിന്റെ ആ ഒരു ഭാഗത്ത് ഏതോ ഒരു ഡെഡ് ബോഡി കിടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടേക്ക് പോയി നോക്കിയിട്ട് അതവിടെ ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിനടുത്തേക്ക് രണ്ടുപേരും നടന്നു പോകുമ്പോൾ ആ ഒരു പെണ്ണിന് നല്ല പേടിയുണ്ട്. വേറെ ഒന്നല്ല, അവളുടെ സുഹൃത്ത് 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവളോട് പറഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാം കേട്ട് അവൾ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവള് പറയും, സോറി, എന്തായാലും ഞാൻ അകത്തേക്ക് വരുന്നില്ല, നിങ്ങൾ പോയി നോക്കിയിട്ട് വാ എന്ന് പറയുമ്പോൾ അവിടം വരെ വന്ന അവന്റെ മുഖം പെട്ടെന്ന് മാറിയിട്ട്, ഇല്ല നീ എന്നോടൊപ്പം വന്നേ മതിയാവൂന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ച് അവളെ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. പെട്ടെന്ന് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലുള്ള എല്ലാവരും അതിനകത്ത് നിൽപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ഇവളിപ്പോ ഈ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ അവളുടെ ജോലി നിർത്തിയിട്ട് പോവാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന്റെ ഒരു പാർട്ടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളോട് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം, ഇവളെ പ്രാഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്തത്. അങ്ങനെ ആ ഒരു സർപ്രൈസും പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പെണ്ണാണെങ്കിലും അവളുടെ സുഹൃത്തിനോട് പറയും, ഓ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബോൺ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും നീ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പറയും, നീ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ കഥ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബോൺ ഫേസ് എന്ന് പറഞ്ഞൊരു സീരിയൽ കില്ലർ ഉണ്ട്, അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുമുണ്ട്. ആ ഒരു കഥ ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞു തീർത്തില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ നല്ലതുപോലെ പേടിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ കിടന്നുറങ്ങിക്കോ, നാളെ എന്തായാലും പോവല്ലേ. അങ്ങനെ എല്ലാവരും അവിടെ കിടന്നുറങ്ങാണ്. രാത്രി സമയമാകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ ഈ ഒരു റൂമിന്റെ ഡോർ ആരോ തുറക്കുന്നു. തുറന്നു വരുന്ന ആളുടെ കയ്യിൽ ഒരു വലിയ കോടാലി, മുഖത്ത് ആ ഒരു അസ്ഥികൂട മുഖംമൂടി, കയ്യിൽ ഗ്ലൗസ്, കാലിൽ വലിയൊരു ബൂട്ട്, വലിയ കറുത്ത കോട്ട്, ഇതെല്ലാം വെച്ച് ആ ഒരു കോടാലിയും കൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് ആ ഒരു ബോൺ ഫേസ് കില്ലർ. അങ്ങനെ അകത്തേക്ക് കയറി വന്ന് അവൻ എന്താ ചെയ്തെന്ന് വെച്ചാല് അവിടെയുള്ള ഒരു സ്റ്റുഡൻസിനെ പോലും വെറുതെ വിടാതെ എല്ലാവരുടെയും കഴുത്തിലേക്ക് കോടാലി കൊണ്ട് വെട്ടി എല്ലാവരെയും അതിനകത്ത് വെച്ച് തന്നെ കൊല്ലുകയാണ്. അപ്പോൾ ഇതിൽ സർപ്രൈസ് കൊടുത്തൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവള് മാത്രം ഇങ്ങനെയോ രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഇങ്ങനെ ഓടാണ്. ജീവനും കൊണ്ട് ഓടി കാടിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കില്ലറാണെങ്കിലും അവളുടെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരവസരത്തിൽ ആ ഒരു കില്ലർ അവളെ കണ്ടുപിടിച്ച് അവളെ കൊല്ലാനായിട്ട് വരുമ്പോൾ അവളൊന്നും ചെയ്യരുതെന്നുള്ള രീതിയിൽ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവളെയും വെറുതെ വിടുന്നില്ല, അവളെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് 2 പോലീസുകാർ വരുന്നു. ഇവരാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആൻഡ് ഹീറോയിൻ. അതുമല്ല, ഇവർ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ കാരണം ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിന്റെ ഓർഡർ ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഇതുപോലെ രാത്രി പാർട്ടി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അവരും അറിഞ്ഞു. അത് നല്ലതുപോലെ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് നോക്കാനായിട്ട് വന്നതാണ്. പക്ഷേ അവർ വന്ന് കണ്ടപ്പോഴത്തേക്കും അവിടെയുള്ളതെല്ലാം ശവശരീരങ്ങൾ മാത്രം. അങ്ങനെ അവരാണ് ഈ ഒരു പോലീസുകാരെ 2 പേരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഹീറോയിനും ഈ ഒരു കാര്യം കണ്ട് ഇവർ 2 പേരും പരസ്പരം പറയുന്നുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ക്യാമ്പിംഗ് സൈറ്റിൽ നടന്ന അതേപോലെ തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മുഖംമൂടി കില്ലർ അവൻ തന്നെയായിരിക്കും ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം നടന്നിട്ട് കുറച്ചു നേരം ആയിട്ടുള്ളൂ, അവൻ ഇവിടെ നിന്നും അധിക ദൂരം രക്ഷപ്പെട്ട് പോയി കാണത്തില്ല എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള പോലീസ് ടീമിനെ എല്ലാവരെയും ഈ ഒരു കാര്യം പറഞ്ഞ് അറിയിപ്പിക്കുകയാണ്. അതുപോലെ ഇതൊരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ ഇത് ചുറ്റി വളഞ്ഞ് പോലീസുകാരുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ
സ്റ്റേറ്റ് പോലീസിനെ ഈ ഒരു കാര്യം വിളിച്ച് പറയുന്നുണ്ട്. അതേസമയം അടുത്തുള്ള കാടിനകത്തേക്ക് പോയി നമ്മുടെ ഹീറോയിൻ എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് ഹീറോയെ വിളിക്കുകയാണ്. ഹീറോ കൂടി അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു മരത്തില് ഈ കയ്യില് രക്തം പറ്റിയിട്ട് അത് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പാടിങ്ങനെ കാണുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ആ ഒരു കില്ലർ ഇതുവഴിയാണ് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് ആ ഒരു വഴി തന്നെ ഇവർ രണ്ടുപേരും ഫോളോ ചെയ്ത് കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കും അവിടെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ ഹോട്ടലുണ്ട്. 24 മണിക്കൂറും ഈ ഒരു ഹോട്ടൽ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ എന്തായാലും ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ആ ഒരു ഹോട്ടലിനകത്തേക്ക് കയറി ചെല്ലും. അവർ അകത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അതിന് വെളിയിലുള്ള കാറും മറ്റു കാര്യങ്ങളെല്ലാം ഇവർ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ മൊത്തത്തിൽ അതിനകത്ത് 10 പേരുണ്ട്. എന്തായാലും ഈ ഒരു 10 പേരിൽ ഒരാളാണ് കില്ലർ, അത് കണ്ടുപിടിക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് ചെന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു ഹോട്ടലിന്റെ ഓണർ അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു ജോലിക്കാരി ഇവരോട് രണ്ടുപേരോട് ചെന്ന് ചോദിക്കാണ്. ഇവരാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഈ ഒരു ഹോട്ടലിൽ നടത്തി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇവരെ രണ്ടുപേരെ നേരത്തെ തന്നെ അറിയാം. ഓക്കെ, എന്തായാലും ഹീറോ ഓടി ചെന്നിട്ട് ഇവിടെ ഒരു കൊല നടന്നു, ഞാൻ കൊലയാളി അന്വേഷിച്ചാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. ആദ്യം തന്നെ ആ ഒരു ഹോട്ടൽ ഉടമയും അതേപോലെ തന്നെ ആ ഒരു ജോലിക്കാരി അവളെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പൊ ഇവരോട് രണ്ടുപേരോടും കഴിഞ്ഞ 1 മണിക്കൂറിനകത്ത് ഇതിനകത്തേക്ക് കുറച്ച് വെപ്രാളപ്പെട്ട് ഒരു പ്രത്യേക രീതിയിൽ ആരെങ്കിലും കയറി വന്നെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ജോലിയുടെ തിരക്കായതുകൊണ്ട് തന്നെ അകത്തേക്ക് ആരെങ്കിലും കയറി വന്നെന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഹീറോ സാറയോട് ചോദിക്കും, അല്ല നീ ഇവിടേക്ക് എപ്പോഴാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജോലിക്കായിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോൾ ബസ് പിടിച്ച് ഞാൻ ഇവിടേക്ക് വന്നു എന്ന് സാറ ഇങ്ങനെ പറയാണ്. അതേ സമയം ഇതിനകത്തുള്ളൊരു അമ്മൂമ്മ ആ ഒരു അമ്മൂമ്മ പറയും, അതെ ഈ ഒരു ജോലിക്കാരി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനിവിടേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഓണർ ഇവിടെ ഇല്ലായിരുന്നു, ഈ ഒരു പെൺകുട്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം പറയും. അപ്പൊ ഈ ഒരു പോലീസുകാര് ഈ ഒരു രാത്രി സമയത്ത് പെട്ടെന്ന് അകത്തേക്ക് കയറുന്ന ഒരുപാട് പേരോട് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു സീരിയസ് കാര്യമാണെന്ന്. അപ്പൊ ഇവരെല്ലാവരും പറയും, നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് ഇതിനകത്തേക്ക് വന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന സഹായം ഞങ്ങൾ ചെയ്യാന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഓക്കെ ഒരു കൊല ചെയ്തവൻ എങ്ങനെയായിരിക്കും ഇതിനകത്തേക്ക് വരുന്നത്, ആകെ ടെൻഷൻ അടിച്ച് ഒരു വെപ്രാളത്തോടെ ആ ഒരു രീതിയിലായിരിക്കും ഇതിനകത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഹീറോയും പറഞ്ഞിട്ട് അവിടെ ഒരു അച്ഛനും മകളും ഉണ്ട്. ഇപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ചോദിക്കും, അല്ല നിങ്ങളാരാ, നിങ്ങൾ എത്ര മണിക്കാ ഈ ഒരു ഹോട്ടലിലേക്ക് വന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവര് പറയും, ഞങ്ങൾ ഈ ഒരു നാട്ടുകാരല്ല, മറ്റൊരു സ്ഥലത്ത് ട്രിപ്പിന് പോയിട്ട് ഇതിലേ വന്നതാണ്, അതുമല്ല വരുന്ന വഴിക്ക് കാറ് പഞ്ചറായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല, പിന്നെ വേറൊരു സ്ഥലം കിട്ടാഞ്ഞത് കൊണ്ടാണ് കഴിക്കാനായിട്ട് ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം ആ ഒരു അച്ഛനും മകളും പറയാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 12 മണി കഴിഞ്ഞ് കാണും എന്നുള്ള കാര്യം ഇവർ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു ലേഡി പറയും, അതെ സാർ അവർ ആ ഒരു സമയത്താണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന്, അല്ല മോളെ നീ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവളെ എന്തായാലും നമുക്ക് ലൂസി എന്ന് വിളിക്കാം. അപ്പൊ ലൂസി എത്ര മണിക്കാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ 9 മണിക്കേ ഇവിടെ വന്നെന്ന് പറയും. പക്ഷെ 9 മണിക്ക് ഇവിടെ വന്നവള് ഫുഡ് ഓർഡർ ചെയ്തത് ഒരു 12 മണിക്കാണ്. അപ്പൊ അവൾക്ക് ഫുഡ് കൊടുത്തത് എന്തായാലും നമ്മുടെ സാറയാണല്ലോ, അതുകൊണ്ട് സാറയ്ക്ക് ആ ഒരു കാര്യം അറിയാം. കാരണം ആ ഒരു സമയത്താണ് കണ്ണാടിയൊക്കെ ഇട്ട് ഒരുത്തൻ, അവൻ എന്തായാലും നമുക്ക് കണ്ണാടി സാം എന്ന് വിളിക്കാം. അപ്പൊ സാമും ആ ഒരു സമയത്താണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ സാം ആണെങ്കിൽ ഈ ഒരു നാട്ടിലെ തിയേറ്ററിലെ പ്രൊജക്ഷൻ എസ്റ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവനെ എന്തായാലും നമുക്ക് മനസ്സിലായി. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ലൂസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ചോദിക്കുന്നത്, അല്ല ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു 3 മണിക്കൂറായിട്ട് നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്, അതൊരു മാഗസീന് വേണ്ടിയിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുക്കുന്നതാണ് എൻ്റെ ജോലി. 9 മണിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് അതിനുശേഷം ഞാൻ കാടിനകത്തേക്ക് പോയി ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്ത് അത് കഴിഞ്ഞാണ് ഇതിനകത്തേക്ക് തിരിച്ചു വന്നത് എന്നുള്ള കാര്യം ലൂസി പറയുമ്പോൾ ഹീറോ ആണെങ്കിലും അവളുടെ ആ ഒരു ക്യാമറ വാങ്ങിയിട്ട് ഹീറോയിന്റെ കയ്യിൽ കൊടുത്ത് ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറയും. അത് കഴിഞ്ഞ് മറ്റൊരാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അവനൊരു കൺസ്ട്രക്ഷൻ വർക്കറാണ്, ഇവിടെ ഒരു പാലത്തിന്റെ പണിയാണ് ഇപ്പോൾ അവൻ ചെയ്യുന്നത്. അപ്പോൾ ഇവനെ എന്തായാലും നമുക്ക് ലിയോ എന്ന് വിളിക്കാം. അപ്പോൾ ലിയോ ആണെങ്കിലും അവന്റെ ജോലി കഴിഞ്ഞ് കുറച്ച് മുന്നെയാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ലിയോട് ചോദിക്കുമ്പോൾ അവൻ ആ ഒരു മറുപടി പറയുന്നത് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ്, അവനത്രേ സഹകരിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനത്തെ രണ്ടുപേര്, ഒരു താടിക്കാരനും അയാളുടെ ഫ്രണ്ടും. അപ്പൊ ഇവരെ രണ്ടുപേരെ ഫ്രണ്ട് താടിക്കാരൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഇവര് രണ്ടുപേരും ഈ ഒരു ബൈക്ക് റൈഡേഴ്സ് ആണെന്ന് തോന്നുന്നു, കാണുമ്പോൾ തന്നെ ഈ ഗുണ്ടകളെ പോലെ ഉണ്ട്. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഏത് സമയത്താണ് ഇവിടേക്ക് വന്നത്, എന്താ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ വെള്ളത്താടി വെച്ച താറാവിനെ പോലെ ഇരിക്കുന്ന ആ താടിക്കാരൻ നമ്മുടെ പോലീസുകാരനോട് ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ച് ഇവരും 1 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം നടക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ലൂസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ക്യാമറയിൽ ഒരു ഫോട്ടോ അവൾ കണ്ടുപിടിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലൂസി ആണെങ്കിലും കാടിനകത്ത് പോയിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോയിലെ ബോൺ ഫേസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീരിയൽ കില്ലറിന്റെ മുഖം കാണുന്നു. അപ്പൊ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, ആ ഒരു ബോൺ ഫേസ് എന്ന് പറഞ്ഞ ആ ഒരു കില്ലർ
ഇതിനകത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ ഹീറോ ആയാലും ഹീറോയിനോട് പറയും, ശരി ഇതിനകത്തുള്ള എല്ലാവരുടെയും ഫോട്ടോസ്, ID ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഹീറോ നേരെ വെളിയിലേക്ക് പോയിട്ട് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഹോട്ടലിന് വെളിയിലുള്ള ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, അതിനകത്ത് നിറയെ രക്തം. എന്താണെന്ന് അറിയാൻ വേണ്ടി അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു കവർ കിടക്കുന്നു. അതേസമയം തന്നെ ഇവിടെ ഹീറോയിൻ എല്ലാവരുടെയും ID കാര്യങ്ങളെല്ലാം വാങ്ങി ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ലിയോ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടിരുന്നല്ലോ, അയാൾ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വരുന്നതിന് മുന്നേ ഒരു പട്ടാളക്കാരനായിരുന്നു. അതുമല്ല വെളിയിൽ നിൽക്കുന്ന അവന്റെ കാറിലും മിലിറ്ററി എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട നമ്മുടെ താടിക്കാരനായാലും, ഓ അപ്പോൾ നിന്റെ പുറകിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, അപ്പോൾ നീ ഒരു മിലിറ്ററിക്കാരനാണല്ലേ എന്ന് നമ്മുടെ താടിത്താറാവ് ചോദിക്കും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ഡസ്റ്റ്ബിന്നിൽ നിന്ന് എടുത്ത കവറ് അതും കൊണ്ട് നേരെ അകത്തേക്ക് കയറി വന്നിട്ട് അത് തുറക്കുന്നതും അതിനകത്താണ് അടുത്ത ടിസ്റ്റ്. ഈ ഒരു കൊലയാളി ഉപയോഗിച്ചിരുന്ന ഗ്ലൗസ്, ബൂട്ട്, അവന്റെ ആ ഒരു മുഖം മൂടി, ഇതുൾപ്പെടെ കില്ലറ് കൊല്ലാൻ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടാണ് അവൻ ഇതിനകത്തേക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നാട്ടിലുള്ളവർക്ക് ഈ ഒരു ബോൺ ഫേസ് കില്ലർ ആരാണെന്ന് അറിയാം, പക്ഷേ വെളിയിൽ നിന്ന് വന്ന ആ ഒരു അച്ഛനും മകളും അവർക്ക് ഇത് ആരാണെന്ന് അറിയത്തില്ല. അല്ല ഇതാരാ ഈ ഒരു കില്ലർ എന്ന് ആ ഒരു മകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണാടി സാമുണ്ടല്ലോ, അവൻ പെട്ടെന്ന് പറയും, ഓ അപ്പൊ നിനക്ക് അവനെ പറ്റി അറിയത്തില്ല, ഈ ഒരു നാട് മുഴുവനും അവനെ പറ്റിയാണ് സംസാരം. ഈ ക്യാമ്പിംഗ് ചെയ്യുന്ന കുട്ടികളെയാണ് അവൻ തേടി പിടിച്ച് കൊല്ലുന്നത്. ഇപ്പോഴേക്കും തന്നെ അവൻ ഒരു 32 പേരെ കൊന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സാമു പറയുമ്പോൾ ഇത് കേട്ട ഹീറോ പറയും, ഇല്ല 41 പേരെ അവൻ ഇപ്പൊ കൊന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ക്യാമ്പിംഗ് സൈറ്റിലുള്ള 9 പേരെ കൂടി കൊന്നിട്ടാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞ ആ ഒരു കണക്ക് പറയാണ്. ആദ്യത്തെ ഒരു ക്യാമ്പ് അതിനകത്ത് 13 പേരെയാണ് അവൻ കൊന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ക്യാമ്പ് അവിടെ 19 പേരെ. അവസാനം ഈ ഒരു മേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പ് ഉണ്ടല്ലോ, അവിടെ 9 പേരെ. ഇപ്പൊ ഈ ഒരു കണക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ മൊത്തം 41 പേരെ അവൻ കൊന്നിട്ടുണ്ട്. അതുമല്ല മേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമ്പിന്റെ പേര് പറയുമ്പോൾ ഇവിടെയുള്ള ആ ഒരു അച്ഛനും മകളുണ്ടല്ലോ, അതിൽ ആ ഒരു മകളുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നു. എന്താണ് കാരണമെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളും ഈ ഒരു ക്യാമ്പില് ഒരു വാലണ്ടിയർ ആയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു കൊലയാളി കൊന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ചെറിയൊരു വിഷമമുള്ളത്. അപ്പോഴേക്കും നമ്മുടെ അപ്പുവന്താടി പറയും, അതെന്തായാലും നല്ല കാര്യം, ഇന്ന് വല്ലോ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൂടി ചേർത്ത് 42 എന്ന് പറഞ്ഞേനെ. അപ്പൊ അതേ ക്യാമ്പിൽ തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് ഓണർ ഉണ്ടല്ലോ, അവന്റെ മകളും ഉണ്ടായിരുന്നു. അപ്പൊ ഓണർ ആയാലും ഈ ഒരു പെണ്ണിനോട് ചോദിക്കും, അല്ല എന്റെ മോളെ നിനക്കറിയോ, അന്ന ലോയൽ എന്നിങ്ങനെ ചോദിക്കുമ്പോ ആ ഒരു പെണ്ണ് അത് ആരാണെന്ന് മാത്രം അറിയത്തില്ല. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് കൊലയാളി കൊല ചെയ്തിട്ട് നേരെ ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. അവൻ ഇട്ടിരുന്ന ഡ്രസ്സും കൊല ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള ആ ഒരു ഡസ്റ്റ്ബിന്നിലിട്ട് സാധാരണ ആളുകളെ പോലെ അവനും ഈ ഒരു റെസ്റ്റോറന്റിനകത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെയുള്ള ആരും ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ല അതെങ്ങനെ പറയാൻ കഴിയും അത്രയും കൺഫേം ആയിട്ട്? ചിലപ്പോൾ ആ ഒരു ഡസ്റ്റ്ബിന്നിലിട്ടിട്ട് ഇതിനകത്ത് കയറാതെ ആ ഒരു കൊലയാളി വെളിയിലേക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിലോ? കാരണം നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഹോട്ടലിനകത്തല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്, ഹോട്ടലിന് വെളിയിലാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ ഹീറോ പറയും, അതിനൊരു ചാൻസും ഇല്ല. കാരണം ഞങ്ങളുടെ പോലീസ് ടീം ഈ ഒരു നഗരം മുഴുവനായിട്ടും ചുറ്റി വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസാധാരണമായിട്ട് ആരെങ്കിലും റോഡിലൂടെ നടന്നു പോയാൽ തന്നെ അവരെ പിടിച്ച് ചോദ്യം ചെയ്ത് ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ ഇതുവരെയും ആരും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊലയാളി ഇവിടെ വന്ന് ഈ ഒരു റെസ്റ്റോറന്റിനകത്ത് തന്നെ കുളിച്ചിരിപ്പുണ്ട് എന്ന് നമ്മുടെ ഹീറോ വിശ്വസിക്കുന്ന ആ ഒരു കാര്യം ഉറപ്പിച്ച് ഇവരോട് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എല്ലാവരും കേട്ടോണം, ഒരാൾക്ക് പോലും ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് പറയും, ശരി നീ പോയിട്ട് നമ്മുടെ കാർ ഉണ്ടല്ലോ, അത് അവർ മേരി ഗോൾഡ് ക്യാമ്പിലാണ് ഇട്ടേക്കുന്നത്, ഈ കില്ലറിന്റെ കാര്യങ്ങളെല്ലാം അവിടേക്ക് കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി എടുത്ത് നേരെ ഇവിടേക്ക് വരാൻ പറയും. അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് സ്റ്റേറ്റ് പോലീസിനെ വിളിക്ക് ഇവരെല്ലാവരെയും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇവൻ ആ ഒരു ഡോർ അങ്ങ് മൂടാണ്. എന്നിട്ട് പറയും, ഇനി ഞാൻ പറയാതെ ഒരാളും പുറത്തേക്ക് പോരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധങ്ങളുണ്ടെങ്കിൽ അതിപ്പോ തന്നെ എന്റെ കയ്യിലേക്ക് മാറണം, അതിപ്പോ തന്നെ എന്റെ കയ്യിലേക്ക് തരണം. അതും കൂടാതെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊലയാളിയെ പറ്റി എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നിലേക്ക് വന്ന് പറയാം എന്നുള്ള ഓരോ കാര്യങ്ങളും ഹീറോ ഇവിടെ നിന്ന് പറയുമ്പോൾ വെളിയിൽ പോയ നമ്മുടെ ഹീറോയിനായാലും ആ ഒരു കാറിന്റെ അടുത്തേക്ക് ചെന്ന് സാധനങ്ങളെല്ലാം അതിലേക്കിട്ട് ആ ഒരു വണ്ടിയും കൊണ്ട് നേരെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് വന്ന് രണ്ടുപേരും എല്ലാവരെയും ചെക്ക് ചെയ്യാണ്. നമ്മുടെ ഹീറോയിൻ പെണ്ണുങ്ങളെ ചെക്ക് ചെയ്യുന്നു, ഹീറോ ആണുങ്ങളെയും ചെക്ക് ചെയ്യുന്നു, അവരുടെ കയ്യിൽ ആയുധവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഈ ഒരു പെണ്ണുങ്ങളുടെ സൈഡിൽ എന്തായാലും ആയുധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആണുങ്ങളുടെ സൈഡിൽ അവിടെ സാം എന്ന് പറഞ്ഞ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ എന്തോ ഒരു ചെറിയ മെഷീൻ ഉണ്ട്. അതൊരു വീസിങ് മെഷീനാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു ബെറീസ് ഉണ്ടല്ലോ, അത് അലർജിയാണ്. ഈ ബെറീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവന് ശ്വാസമുട്ടലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലിയോ ഉണ്ടല്ലോ, അവന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. ഓ അപ്പൊ ഇത് ഇത്രയും നേരം ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ഒരു കത്തി അങ്ങ് എടുക്കും.
അത് കഴിഞ്ഞ് നമ്മുടെ താടിക്കാരനെ അവന്റെ ഫ്രണ്ടിനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവരാദ്യം സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കുട്ടിത്താറായി ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നു പറഞ്ഞിട്ട് താടിക്കാരനെ പിടിച്ച് തിരിഞ്ഞു നിർത്തി അവനെ നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവന്റെ ഫ്രണ്ടിനെയും. അപ്പോൾ അവരുടെ കയ്യിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഇവർ പറയും, ഇനി നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ആർക്കൊക്കെ ബാത്റൂമിൽ പോകണോ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ബാത്റൂമിനകത്ത് വെച്ചൊരു കാര്യം സംഭവിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ അത്യാവശ്യം പ്രായമുള്ള എപ്പോഴും മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ഒരു ലേഡി ഉണ്ട്. അവരെന്തായാലും നമുക്ക് മേക്കപ്പ് ലേഡി എന്ന് വിളിക്കാം. അവരുടെ അടുത്തേക്ക് ലൂസി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് എന്നിട്ട് പറയും, ഇവിടെയുള്ളവർക്ക് എന്തായാലും നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങൾ ആരാണെന്നറിയാം. നിങ്ങൾ എന്ത് കാര്യം ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ ഒരു കാര്യം ഇവരോട് പറയുന്നതായിരിക്കും നല്ലത്. ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്നെന്തോ ഒരു കാര്യം പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് മാറുന്നു. ഇപ്പൊ ഇവരൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം അതെന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ തിരിച്ചു വന്ന ലൂസിയാണെങ്കിലും അവളെടുത്ത ഫോട്ടോ എല്ലാം ഈ ലാപ്ടോപ്പിൽ എടുത്തു വെച്ചിങ്ങനെ നോക്കാണ്. അപ്പോഴേക്കും നമ്മുടെ സാറ ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് വന്ന് ഈ ഒരു കാര്യം കാണുന്നതും അതിലൊരു ഫോട്ടോ കണ്ടിട്ട് അവള് പറയും, അല്ല ഈ ഒരു ഫോട്ടോക്ക് എന്തിനാ എടുത്തു വെച്ചേക്കുന്നേ? ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ലൂസി പറയും, ഹേയ് അതൊന്നും കഴിയത്തില്ല, കാരണം ഇതാണ് എനിക്ക് കാശ് തരുന്നത്. ഇത് കൊണ്ടു കൊടുത്താലേ എനിക്ക് നല്ല പണം കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഇതൊന്നും ഡിലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാറയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഒരുപാട് ഇങ്ങനെ പോവാണ്. സ്റ്റേറ്റ് പോലീസ് വരാനായിട്ട് ഇനിയും താമസിക്കും. അതുവരെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തേലും ചെയ്യാമെന്നുള്ള രീതിയിൽ ഹീറോ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കില്ലർ ഇട്ടിരുന്ന ആ ഒരു ബൂട്ടുണ്ടല്ലോ, ആ ഒരു ബൂട്ടിന്റെ സൈസ് വെച്ച് അതിടാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് എല്ലാവരെയും ഇപ്പോൾ പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു കില്ലർ ഉപയോഗിച്ചിരുന്ന ബൂട്ടിന്റെ സൈസ് 9.5. ഇപ്പോൾ ഹീറോ ആയാലും ഓരോരുത്തരുടെയും ഷൂ സൈസ് വന്നിട്ട് അത് വാങ്ങി ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. മാച്ച് ആവുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംശയിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ലിയോയുടെ ഷൂ സൈസ് 10, ആ അച്ഛനും മകളുടെയും മകളുണ്ടല്ലോ അവളുടെ ഷൂ സൈസ് 9. ഇങ്ങനെ ഓരോരുത്തരുടെയും ചെക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ മേക്കപ്പ് ലേഡി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ആണുങ്ങളെ ചെക്ക് ചെയ്താൽ ഓക്കെ, ഈ പെണ്ണുങ്ങളെ എന്തെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്? അതും 10-41 പേരെ കൊന്നെന്ന് പറഞ്ഞൊരു കില്ലർ അതുപോലൊരു പെണ്ണിനെ അത്രയും പേരെ കൊന്നിട്ട് ഇവിടെ വന്ന് ധൈര്യമായിട്ട് ഇരിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല, നിങ്ങൾക്ക് ഇത്രയെങ്കിലും വിവരമുണ്ടോ എന്നല്ല നമ്മുടെ മേക്കപ്പ് ലേഡി ഹീറോയോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ലൂസി പറയും, നിങ്ങൾക്ക് അമീലിയ ഡയർ എന്ന് പറഞ്ഞൊരു ലേഡി അറിയോ? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ കുട്ടികളില്ലാത്ത അവര് കുട്ടികളെ ദത്തെടുത്ത് വളർത്തുമായിരുന്നു. പക്ഷെ ഓരോ സമയം കഴിയുമ്പോഴും കുട്ടികളെ ആരെയും കാണുന്നില്ല. അങ്ങനെ പോലീസിനായാലും സംശയം തോന്നി അവരുടെ വീട് പരിശോധിക്കുമ്പോൾ അവരെന്താ ചെയ്തെന്നറിയോ? ആ ഒരു കുട്ടികളെല്ലാം കൊണ്ടുപോയിട്ട് അവരെ പട്ടിണിക്കിട്ട് കൊല്ലും. അതുമല്ലാതെ അങ്ങനെ മരിക്കാത്ത കുട്ടികളെ കഴുത്ത് ഞെരിച്ച് അവർ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ 6 കുട്ടികളെ കൊന്നെന്നുള്ള രീതിയിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് അവരുടെ വീട് പരിശോധിക്കുമ്പോൾ അവർ എത്രത്തോളം കുട്ടികളെയാണ് കൊന്നതെന്നറിയോ? ഏകദേശം 300ഓളം കുട്ടികളെ. അതുകൊണ്ട് സ്ത്രീകൾ മാത്രം അത്ര നല്ലവരാണെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാവരെയും പരിശോധിക്കണമെന്ന് നമ്മുടെ ലൂസി ഇങ്ങനെ പറയാണ്. എന്ന് നമ്മുടെ കണ്ണാടി സാം ഈ ഒരു സ്റ്റോറി പറയുന്നതും ഇപ്പൊ ഇതിനകത്തുള്ള പെണ്ണുങ്ങളെയും നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഈ ഒരു ഷൂ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഡിഫറൻ്റ് ആയിരിക്കാം. എന്നിരുന്നാലും ആ ഒരു ബൂട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കാലിൽ ഒരുപാട് സോക്സ് വാരി കയറ്റിയതിന് ശേഷം ആ ഒരു ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് മാച്ച് ആവും. അതുകൊണ്ട് ഇപ്പൊ ആ ഒരു ബൂട്ട് വെച്ചിട്ടുള്ള കാര്യം ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ എന്തായാലും തന്നെ ജോലി ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് പരിശോധിച്ച് ഇപ്പോൾ അവസാനം താടിക്കാരനെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെപ്പോഴത്തെയും പോലെ തന്നെയാണ് വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാണ്. അതൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വന്ന സമയം മുതൽ നോക്കുന്നു, താടി വെച്ച് താറാവ് പൂപ്പ നിങ്ങൾ കുറെ നേരമായി പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് ടേബിളിന് മുകളിലേക്ക് കിടത്തി അവര് രണ്ടുപേരെയും നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവര് രണ്ടുപേരും അല്ല, ഓക്കെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലാർക്ക് വേണമെങ്കിലും ആ ഒരു ബൂട്ട് ഇടാൻ കഴിയും, നേരത്തെ പറഞ്ഞ രീതിയാണെങ്കിൽ. ആ ഒരു സമയത്താണ് ഇവിടെ മറ്റൊരു കാര്യം, നമ്മുടെ കണ്ണാടി സാമുണ്ടല്ലോ അവൻ ഇപ്പോൾ ഒരു ബുക്കില് എനിക്ക് കില്ലർ ആരാണെന്നറിയാം എന്നുള്ള രീതിയിലൊരു ബുക്കിൽ എഴുതിയിട്ട് നമ്മുടെ ഹീറോ എങ്ങനെ കാണിക്കുന്നു. ഇവൻ വന്ന സമയം മുതലേ നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട ഹീറോ ആയാലും ഇത്രയും നേരം നീ എന്തോ ചെയ്തോണ്ടിരുന്നത്, ശരി ബാ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കാന്ന് പറയുമ്പോൾ അവൻ പറയും, ഇവിടെ വേണ്ട നമുക്ക് എന്തായാലും വെളിയിൽ പോയി സംസാരിക്കാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ പിടിച്ച് അവൻ നേരെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും സംശയമാണല്ലോ, യഥാർത്ഥ കില്ലറും ഈ ഒരു കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുപോലെ ഇതിൽ ചിലരാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല ഇപ്പൊ അവനെ മാത്രം എന്തിനാ വെളിയിൽ കൊണ്ടുപോകുന്നത്, അവൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോൾ വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഹീറോയുടെ കൂടെ തന്നെ നമ്മുടെ കണ്ണാടി സാമുണ്ട്. ഹീറോ അവനെ വലിച്ചെടുത്തോണ്ട് വരികയാണ്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാടി സാമ് മരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഓക്കെ അവൻ ആ ഒരു അലർജി ഉണ്ടല്ലോ അത് കാരണമായിരിക്കും ഇത് വന്നിട്ടുള്ളത്. അവന്റെ ആ ഒരു മെഷീൻ എടുത്ത് അവൻ അടിച്ചു കൊടുക്കാന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു മെഷീൻ ഇപ്പോൾ അവന്റെ ശരീരത്ത് കാണാനില്ല. എന്തായാലും ആ ഒരു മെഷീൻ ഈ കൂട്ടത്തിലുള്ള ആരും എടുത്ത് ഒളിപ്പിച്ചു വെച്ചതാണ്. അങ്ങനെ ആ ഒരു മെഷീൻ കിട്ടാതെ സാമ്
അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ അവൻ കുടിച്ചോണ്ടിരുന്ന ആ ഒരു ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതെടുത്തൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അത് പതിയെ എടുത്ത് ഇങ്ങനെ നക്കി നോക്കുമ്പോഴത്തേക്കാണ് അതിൽ ബെറീസ് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബെറീസ് അലർജിയാണെന്നുള്ള കാര്യം കൂട്ടത്തിലുള്ള കൊലയാളി മനസ്സിലാക്കി ഇവനെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ അവൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മെഷീൻ എടുത്ത് മാറ്റിവെച്ചതും. ഇപ്പോൾ കൊലയാളി അന്വേഷിച്ച് വന്നതും പോരാഞ്ഞിട്ട് അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു കൊലപാതകം കൂടി നടന്നു. ഇനി എന്ത് ചെയ്യും? ഓക്കെ, എന്തായാലും വന്ന സമയം മുതൽ എല്ലാവർക്കും ആഹാരം എല്ലാം കൊടുക്കുന്നത് നമ്മുടെ വെയിറ്റേഴ്സ് ആയിട്ടുള്ള സാറയാണ്. അവളെ തന്നെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്ന് ഓക്കെ പറയും, നീ അല്ലേ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാനിങ്ങനെ ചെയ്യാനാണ്. ദേ ഇവിടെ ഇരിക്കുന്ന പകുതി മുക്കാൽ പേരും കുടിക്കുന്നത് ബെറീസ് മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസുകളാണ്. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു കാര്യം ചെയ്തത്. എന്നെ മാത്രം സംശയിക്കാനൊന്നുമില്ല എന്ന് അവളിങ്ങനെ പറയും. എന്ന് അവളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഓക്കെ എന്തായാലും നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്യാൻ കഴിയത്തില്ല. ആദ്യം സാമിന്റെ ശരീരം നമുക്ക് ബാത്റൂമിലേക്ക് വെക്കാം, അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരം നേരെ കൊണ്ടുവന്ന് ബാത്റൂമിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ സാമു മരിച്ചതിന് കാരണം നമ്മുടെ ഹീറോയും കൂടിയാണ്. ഒരു പോലീസ് ഓഫീസർ ഇവിടെ നിന്നിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. ആ ഒരു ദേഷ്യം നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെയുണ്ട്. അപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, ഇനി ഒരുത്തനും അടുത്ത ദിവസം രാവിലെ ആവാതെ ഇതിന് പുറത്തേക്കും പോകത്തില്ല. യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. ഒരാൾ പോലും ഒരു കാര്യവും ഒളിപ്പിക്കാതെ എല്ലാം എന്നോട് പറയണമെന്നും പറഞ്ഞ് ഓരോരുത്തരോട് ചോദിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ചെല്ലുന്നത് നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ചെല്ലുന്നത് ലിയോയുടെ അടുത്തേക്ക്. ഇപ്പോൾ ലിയോയോട് ചോദിക്കും, ശരി നീ ഇവിടേക്ക് വരുന്നതിന് മുന്നേ മിലിറ്ററിക്കാരനായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും, അതിനുള്ള മെഡലും കാര്യങ്ങളെല്ലാം നീ വാങ്ങിയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത നീ എന്തുകൊണ്ടാണ് മിലിറ്ററിയിൽ നിന്നും ഈ ഒരു ലേബർ ജോലിയിലേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന് മറുപടി പറയാനായിട്ട് നമ്മുടെ ലിയോ കൊണ്ട് കഴിയുന്നില്ല. അവൻ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ട്, എന്തോ പേടിക്കുന്നത് പോലെ. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി അവൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ടാണ് മിലിറ്ററിയിൽ നിന്നും അവനെ പറഞ്ഞു വിട്ടിട്ടുള്ളതെന്ന്. വേറെ ഒന്നുമല്ല, യുദ്ധത്തില് ഇവൻ ആരെയും കൊന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മെന്റലി ഇവൻ സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിലാണ് മിലിറ്ററിയിൽ നിന്നും ഇവനെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വേറെ വഴിയില്ലാതെ ലേബർ ജോലി ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ അച്ഛനും മകളും ആ ഒരു മകളുണ്ടല്ലോ അവള് വിടുന്നൊരു കാര്യം പറയുന്നത്. വേറൊന്നുമല്ല, അല്ല എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഞാനും വന്നപ്പോൾ മുതൽ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയോ കണ്ടതുപോലെ നീ മേരി ഗോൾഡ് ക്യാമ്പിൽ വർക്ക് ചെയ്തിട്ടില്ലേ? വേറെ ഒന്നുമല്ല, അവസാനമായിട്ടും ഈ ഒരു ബോൺമാൻ കില്ലർ എന്ന് പറഞ്ഞിട്ട് അയാള് 9 പേരെ കൊന്നല്ലോ. ആ ഒരു ക്യാമ്പിൽ ഇവനൊരു കൺസ്ട്രക്ഷൻ വർക്കറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഏതോ ഒരു പെണ്ണെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരും കൂടി ഇവനെ അവിടെ നിന്ന് പുറത്താക്കുമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ എല്ലാവരും നിന്നെ ആ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം നീ എല്ലാവരെയും ആ ഒരു ക്യാമ്പിനകത്ത് പോയി കൊന്നത് എന്ന് ഈ ഒരു പെണ്ണിങ്ങനെ പറയുമ്പോൾ ലിയോ പറയും, ഡേയ് നീ എവിടേക്കാ സംസാരിച്ച് കയറി പോകുന്നേ? ഞാനൊരു പെണ്ണിനെയും ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ബാത്റൂമിനകത്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണ് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് മോശമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല. അതിൻ്റെ ദേഷ്യം കാരണം അവൾ തന്നെ എല്ലാവരോടും പറഞ്ഞു അവളെ ഞാൻ ഉപദ്രവിച്ചെന്ന്. അങ്ങനെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ എല്ലാവരും എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എന്നുള്ള കാര്യം നമ്മുടെ ലിയോ ഇപ്പോൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ തന്നെയാണ്. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് വരെ ആ ഒരു ക്യാമ്പിൽ സംഭവിച്ചു. പക്ഷെ ആ ഒരു ക്യാമ്പിന്റെ ഓണർ ഈ ഒരു കാര്യം പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യണം. പക്ഷെ അവരൊരിക്കലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമ്പ് നിർത്തലാക്കി കഴിഞ്ഞ് ഇവർക്ക് ഗവൺമെന്റ് പണം കൊടുക്കാതിരിക്കും. ആ ഒരു രീതിയിലാണ് അവർ കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ ലിയോനെ തനിയെ വിളിച്ചിട്ട് ഓക്കെ നടന്നതെല്ലാം നടന്നു, ഇനിയിപ്പോൾ അതൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇതൊരു കോംപ്രമൈസ് ആയിട്ട് തീർക്കാമെന്നും പറഞ്ഞ ആ ഒരു ക്യാമ്പിന്റെ ഓണർ ഇവരോട് സംസാരിച്ച് ഈ ഒരു കാര്യം ഒത്തുതീർപ്പാക്കുമായിരുന്നു. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന അവിടെ ഉള്ളവരായാലും പറയുന്നുണ്ട്, അപ്പൊ നീ തന്നെയാണ് ആ ഒരു കൊലയാളി. കാരണം നിനക്ക് ആ ഒരു ക്യാമ്പിലുള്ള കുട്ടികളോടുള്ള ആ ഒരു ദേഷ്യം, അത് കാരണമാണ് നീ എല്ലാവരെയും കൊന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിയോ പറയും, അതെങ്ങനെ? ഇപ്പൊ എല്ലാം എന്റെ മണ്ടയ്ക്ക് കൊണ്ടിടാണോ? ഓക്കെ, നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ആ ഒരു 9 പേരെയും കൊന്നിട്ട് കൂളായിട്ട് ഇവിടേക്ക് വന്നിരിക്കാനായിട്ട് ഒരിക്കലും ആർക്കും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അതെല്ലാം കഴിയും. എന്തേ, ഞങ്ങൾ അവിടെ പോയിട്ട് ആ ഒരു ശവശരീരങ്ങള് ഇതെല്ലാം കണ്ടിട്ടല്ലേ ഇവിടേക്ക് വന്നത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അതുമല്ല നീ പറയുന്നത് പോലെ അത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിട്ട് തിരിച്ചു വരാനായിട്ട് ഒരു 10 മിനിറ്റ്, അവിടെ ചെന്ന് എല്ലാവരെയും കൊല്ലാനായിട്ട് 10 ഒരു 15 നിമിഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റിനകം ഇവിടെ നിന്ന് അവിടെ ചെന്ന് എല്ലാവരെയും കൊന്നിട്ട് തിരിച്ചിവിടേക്ക് വരാൻ കഴിയും. അതുപോലെ ഇവിടെയുള്ള എല്ലാവരും കഴിക്കുന്നതിലെ തിരക്കായതുകൊണ്ട് തന്നെ ഒരാൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ആരും അത്രയും നോട്ട് ചെയ്ത് കാണത്തില്ല എന്ന് ഹീറോ പറയുന്ന സമയത്താണ് നമ്മുടെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ലൂസി ഉണ്ടല്ലോ അവളെ ചെറിയ രീതിയിൽ സംശയിക്കുന്നത്. അല്ല ലൂസി, നീ ആയാലും 9 മണി മുതൽ 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതിനിടയിൽ നീ എപ്പോഴാണ് വെളിയിലേക്ക് പോയത്, ആ ഒരു ഫോട്ടോ എടുത്തത്? എന്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നീ പോയിട്ട് അവരെല്ലാവരെയും കൊന്നൂടാ
എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലൂസി പറയും, അല്ല ഞാനിതിനാ ആ ഒരു ക്യാമ്പിലുള്ള കുട്ടികളെല്ലാം അവർ കൊല്ലുന്നത്, അവരോട് എനിക്കെന്ത് ദേഷ്യം ഉണ്ടായിട്ടാണ് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വെയിട്രസ് സാറ ഉണ്ടല്ലോ അവളൊരു കാര്യം പറയുന്നത്, അല്ല ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നീയല്ലേ പറഞ്ഞ് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് നിനക്ക് ഒരുപാട് പണം കിട്ടുമെന്ന് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂസിക്ക് എന്തായാലും പണം ആവശ്യമാണ്. അതുമല്ല കില്ലർ അവിടേക്ക് വന്ന് ഇവരെല്ലാവരെയും കൊന്നിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ അവിടെ മറ്റ് റിപ്പോർട്ടേഴ്സ് എല്ലാം വന്ന് അത് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ആ ഒരു ഫോട്ടോ എല്ലാം ഇവളെടുത്ത് അത് ഈ ഒരു മാധ്യമങ്ങൾക്കെല്ലാം വിറ്റ് കഴിഞ്ഞാൽ അവൾക്ക് അതിൽ നിന്ന് പണം കിട്ടും. ഓക്കെ, അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇവള് തന്നെ അവരെ എല്ലാവരെയും കൊന്ന് അത് ഇവള് തന്നെ ഫോട്ടോ എടുത്ത് ആ ഒരു ഫോട്ടോ വെച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് നീ അവരെല്ലാവരെയും കൊന്നത് എന്നുള്ളൊരു കാര്യവും ഇവർ പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇതെല്ലാം കേട്ട അടുത്തിരിക്കുന്ന ആ ഒരു മേക്കപ്പ് ലേഡി ഉണ്ടല്ലോ അവരിപ്പോ ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ലൂസി പറയും, ഓ അവിടെ ഇരുന്ന് കിണിക്കുവാണല്ലേ, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഒരു കാര്യമില്ല, കാരണം ആൾറെഡി 2 പേരെ കൊന്നതിനെ ജയിലെല്ലാം പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങള്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ക്യാമ്പേഴ്സിനെല്ലാം കൊന്നുകൂടാ? അങ്ങനെയാണെങ്കിൽ നിന്നെയും ആ ഒരു കൊലയാളിയെന്ന് വിളിക്കാൻ കഴിയും എന്നിങ്ങനെ നമ്മുടെ ലൂസി പറയുന്നതും എല്ലാവരും പതിയെ നമ്മുടെ മേക്കപ്പ് ലേഡിയെ നോക്കാണ്. അപ്പോഴാണ് നമ്മുടെ മേക്കപ്പ് ലേഡിയുടെ സ്റ്റോറി എന്താണെന്ന് പറയുന്നത്. എനിക്കൊരു കാമുകനുണ്ടായിരുന്നു, അതിത്തിരി പണക്കാരനായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, എന്ത് നിങ്ങൾക്ക് കാമുകനോ? എന്തേ എനിക്ക് കാമുകൻ ഉണ്ടായിക്കൂടെ? മിണ്ടാതൊന്ന് കഥ കേൾക്കാൻ കഴിയോ? ഓക്കെ, എനിക്കൊരു കാമുകനുണ്ടായിരുന്നു, നല്ല പണക്കാരൻ, ഒരു 100 കോടി സ്വത്തുണ്ടാവും. അങ്ങനെ ഞങ്ങള് നല്ല ഇതിൽ സ്നേഹിച്ച് പോകുന്ന സമയത്ത് എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ. പക്ഷെ ഒരു ദിവസം എനിക്ക് വയ്യാണ്ടായപ്പോൾ അയാൾ മാത്രം കാർ എടുത്ത് ഒറ്റയ്ക്ക് വെളിയിൽ പോയി. അപ്പോഴാണ് കാറിന് ബ്രേക്ക് ഇല്ലാതെ അത് ആക്സിഡന്റ് ആയിട്ട് അയാൾ മരിച്ചത്. പെട്ടെന്ന് പോലീസ് പറഞ്ഞു ഞാനാണ് കാറിന്റെ ബ്രേക്ക് ഊരി കളഞ്ഞ് അയാളെ കൊന്നത്, അതും പണത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മരിച്ചതിന് ശേഷം ആ സ്വത്തെല്ലാം വെറുതെ അനാഥായി പോകത്തില്ലേ? അങ്ങനെ അയാളുടെ സ്വത്തെല്ലാം എടുത്ത് ഞാൻ വേറൊരാളെ സ്നേഹിച്ചു. അയാൾ കുറച്ചുകൂടി വലിയൊരു പണക്കാരനാണ്, അയാളുടെ ആസ്തി ഒരു 500 കോടി ഉണ്ടാവും. പക്ഷെ അയാൾക്കാണെങ്കിലോ ഹാർട്ടിലെ പ്രശ്നം. എന്നിരുന്നാലും ഞാനും അയാളെ നല്ലതുപോലെ തന്നെ സ്നേഹിച്ചു. അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. പക്ഷേ ഹാർട്ടിന് പ്രോബ്ലം അല്ല, അയാള് പെട്ടെന്ന് തന്നെ മരണപ്പെടുമായിരുന്നു. അപ്പൊ അയാളുടെ മരണവും എന്റെ മേലെ കൊണ്ടുവച്ചിട്ട് അത് ഞാൻ ചെയ്താണെന്ന് പറഞ്ഞ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇത് മാത്രമേ സംഭവിച്ചുള്ളൂ, അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ലാന്ന് അവരിങ്ങനെ നിസ്സാരമായിട്ട് പറയാണ്. അപ്പോഴേക്കും ഹീറോ ആയാലും അവരുടെ കഥ കേട്ടിട്ട് ഓക്കെ മതിയായി നിങ്ങളുടെ കഥ കേട്ടിട്ട് ഇനിയൊന്നും മിണ്ടാതിരിക്കാൻ കഴിയോ എന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ താടിക്കാരൻ അയാള് പെട്ടെന്ന് ഈ ഒരു അച്ഛനെയും മകളെ നോക്കിയിട്ട്, ഓ അപ്പോ നിങ്ങൾ രണ്ടുപേരും എല്ലാവരും അടിച്ച് ആരാണ് മരിക്കുന്നതെന്ന് കണ്ടോണ്ടിരിക്കുകയാണല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ ഒരു കൊലയാളികളായിക്കൂടാ? കാരണം കൊല നടന്ന ആ ഒരു ക്യാമ്പിംഗ് സൈറ്റില് നിങ്ങളുടെ മകളും ഒരു വാലണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നിങ്ങളുടെ മകൾക്ക് നടന്ന എന്തോ ഒരു സംഭവം, അതില് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ മകളും കൂടി ചേർന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്നതായിരിക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത്, ഓക്കെ കറക്റ്റ് ആണല്ലോ, നിങ്ങളും നിങ്ങളുടെ മകളും ഒരു ട്രിപ്പിന് പോയിട്ട് വന്നെന്നല്ലേ പറഞ്ഞു, ഏത് വഴിയെ പോയിട്ട് എതിരെയാ നിങ്ങൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു റോഡിന്റെ പേര് ഇങ്ങനെ പറയുന്നു. അപ്പൊ ആ ഒരു റോഡിൽ തന്നെയാണ് ഇതിന് മുന്നേ 2 ക്യാമ്പ് സൈറ്റിൽ ഇതുപോലെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ആ 2 ക്യാമ്പ് സൈറ്റും ഇവര് പറഞ്ഞ ആ ഒരു റോഡിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു മകളുണ്ടല്ലോ അവള് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, നീ കാരണമാണ് ഇതെല്ലാം എന്റെ നേർക്കിപ്പോ തിരിഞ്ഞതെന്നും പറഞ്ഞിട്ട് നമ്മുടെ താടിക്കാരനും അവന്റെ ഫ്രണ്ടിനോട് വഴക്കിടാനായിട്ട് ചെല്ലാണ്. അങ്ങനെ ഇത് തടയാനായിട്ട് നമ്മുടെ ഹീറോ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ആ ഒരു ഫ്രണ്ട് നമ്മുടെ ഹീറോ ഇടിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ താടിക്കാരൻ ഹീറോയിനെ ഇടിക്കാൻ തുടങ്ങും. പക്ഷെ ഇവരുടെ 2 പേരുടെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് ഒരു വിധത്തിൽ അവരെ പിടിച്ചു വെച്ചിട്ട് ഇവരെ വയറിലേക്ക് ഒരു ഒറ്റയടി. അപ്പോഴേക്കും ആ ഒരു ഫ്രണ്ട് ഛർദ്ദിക്കുന്നതും അതിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. അതുമല്ലാതെ താടിക്കാരനും അങ്ങേർക്കും ഒരു ഇടി കൊടുക്കും. അങ്ങേര് ഛർദ്ദിക്കുമ്പോൾ അയാളും മയക്കുമരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും ഈ ഒരു മയക്കുമരുന്നെല്ലാം കടത്തുന്നവരായിരുന്നു. അപ്പൊ ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുതൽ തന്നെ നമ്മുടെ ഹീറോയോട് ഇവര് നല്ലതുപോലെ സംസാരിക്കാനോ എന്തെങ്കിലും കാര്യത്തില് ഇവർ അന്വേഷിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവരോട് സഹകരിക്കാതിരുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. ആ ഒരു സമയത്ത് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഹീറോ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ അവർ കണ്ടുപിടിച്ച് തിരിച്ചു വിളിച്ച് പറയുന്നത്. ഇത് കേൾക്കുന്നതും ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഹീറോ ഇപ്പോൾ പറയും, ഓക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം സ്റ്റേറ്റ് പോലീസിനോട് പറഞ്ഞേക്ക്, ഞാൻ എന്തായാലും കില്ലറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കില്ലർ എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് എന്നും പറഞ്ഞിട്ട് ഹീറോ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും ഹീറോ അവിടെയുള്ള ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി നടന്നിങ്ങനെ പോവാണ്. ഇവനായിരിക്കോ അല്ലെങ്കിൽ ഇവളായിരിക്കോ എന്നുള്ള ഒരു സംശയം നമുക്കുമുണ്ട്. അവസാനം തോക്കും കൊണ്ട് നേരെ ചെന്ന് നിൽക്കുന്നത് ആ ഒരു റെസ്റ്റോറന്റ് ഓണറിന്റെ മുന്നില്. എന്നിട്ട് പറയും, ശരി ബോൺഫേസ് നീയല്ലേ, പോയാലോ സ്റ്റേഷനിലേക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെയാണ് കാണുന്നത് നമുക്കൊരു സംശയം. ഇപ്പൊ ഇത്രയും നേരം ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പോയപ്പോ ഈ ഒരു റെസ്റ്റോറന്റ് ഓണറാണ് കൊലയാളിയിൽ നിന്ന് നമ്മുടെ ഹീറോ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊരു സംശയം നമുക്കുണ്ടല്ലോ. അതിനുള്ള ഉത്തരം നമ്മുടെ ലേഡി ഓഫീസർ ഹീറോയിനാണ് ഇപ്പോൾ പറയുന്നത്. ബോൺഫേസിനെ പറ്റിയുള്ള സ്റ്റേഷനിൽ ഇവിടെയുള്ള ഓരോരുത്തരെ പറ്റിയും അന്വേഷിക്കുമ്പോഴത്തേക്കും ബോൺഫേസ് എന്ന് പറഞ്ഞ ഒരു കൊലയാളി കല്യാണം കഴിച്ചിരുന്നു.
അവനൊരു മകളുണ്ട്. ആ ഒരു പെണ്ണാണെങ്കിൽ മേരി ഗോൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത്. അത് ഈ സൈറ്റിൽ തന്നെ നമ്മുടെ ലിയോയും ഒരു ജോലിക്കാരനായിട്ട് ഉണ്ടായിരുന്നല്ലോ. അവനാണെങ്കിലും ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ കേട്ടിരുന്നല്ലോ. ആ ഒരു പെണ്ണിന്റെ പേര് മാൻഡി ഹിൽ എന്നാണ്. സത്യത്തിൽ ആ ഒരു പെണ്ണാണ് നമ്മുടെ ഈ ഒരു ഹോട്ടൽ ഓണറിന്റെ മകള്. അതുപോലെ ഇതിനു മുന്നേ തന്നെ ആ ഒരു അച്ഛനും മകളും വന്നപ്പോഴത്തേക്കും അവരോട് ചോദിച്ചിരുന്നല്ലോ, ഇതുപോലെ എന്റെ മകള് അവിടെ ഉണ്ടായിരുന്നു, അവളുടെ നിനക്ക് അറിയാവുന്നിങ്ങനെ ചോദിച്ചല്ലോ. പക്ഷെ ആ ഒരു പേര് അവൻ മാറ്റിയാണ് പറഞ്ഞിരുന്നത്. കാരണം വേറെ ഒന്നല്ല, ഓണർ അവന്റെ ഭാര്യയായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം അവന്റെ മകള് അവരുടെ കുടുംബ പേരാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പെണ്ണിനോട് ഇവന്റെ മകളുടെ പേര് ചോദിക്കുമ്പോൾ പേര് മാറിയതും അങ്ങനെ ഒരാൾ അവിടെ ഇല്ലാന്ന് അവൾ പറഞ്ഞതും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിയോയും ഈ ഒരു ഓണറിന്റെ മകളുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷെ നമ്മുടെ ലിയോ എന്താണ് പറയുന്നത്, അവനായിട്ടല്ല അങ്ങോട്ട് ചെയ്യുന്നത്, ആ ഒരു പെണ്ണായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഓണർ തന്റെ മകളോട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലച്ചാ, അയാളാണ് ഇങ്ങോട്ട് വന്നത്, ഞാനൊന്നും ചെയ്തില്ല എന്നാണ് ആ ഒരു പെണ്ണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണറിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. തന്റെ മകളോട് മോശമായിട്ട് പെരുമാറിയ അവനെ കൊല്ലണമെന്നുള്ള ആ ഒരു ദേഷ്യം നമ്മുടെ ഓണറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയിട്ട് ഇവനെ കൊന്നു കഴിഞ്ഞാൽ കേസായിട്ട് നമ്മുടെ ഓണറിനെ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകും. അത് വരാതിരിക്കാൻ വേണ്ടി ഇവരൊരു പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മുടെ ഓണർ ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് ആ ഒരു ബോൺ ഫേസ് മാൻ. അതിനുവേണ്ടി ഇതുപോലെ ഒരു സീരിയൽ കില്ലറിനെ ക്രിയേറ്റ് ചെയ്ത് ഇതിന് മുന്നേ ഉള്ള 2 ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്നതിന് ശേഷം ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വന്ന് ലിയോ എന്ന് പറഞ്ഞ അവനെ കൊല്ലാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവൻ കൊല്ലാനുള്ള ലിയോ ആണെങ്കിലോ ഇവന്റെ ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ വന്നിരിക്കുകയും ചെയ്തു. അപ്പൊ ഇതിലും വലിയ ചാൻസ് വേറെ എവിടെയുണ്ട്? അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ ഓണർ ആയാലും വെളിയിലേക്ക് പോയിട്ട് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ചെന്ന് അവിടെയുള്ള എല്ലാവരെയും കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മുടെ ലിയോനെ ഇവിടെ വെച്ച് കൊന്ന അവന്റെ ശരീരവും ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് കൊണ്ടിട്ട് എല്ലാം ചെയ്തത് ബോൺമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീരിയൽ കില്ലറാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് ഹീറോയും ഹീറോയിനും ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അവന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ ഒരു മേക്കപ്പ് ലേഡി ആണെങ്കിലും ഞങ്ങളോട് പറഞ്ഞു അവര് വരുന്ന സമയത്ത് സാറ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ഓണർ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. ആ ഒരു ഗ്യാപ്പിലാണ് ഓണർ അവിടേക്ക് പോയിട്ട് അവരെ എല്ലാവരെയും കൊന്നത് എന്നുള്ള എല്ലാ കാര്യവും ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവർ ചോദിക്കുന്നത്, അല്ല അതൊക്കെ ശരി, ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ഈ ഒരു ഓണറിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ള കാര്യം ആ ഒരു അച്ഛനും മകളും അവർ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, എന്ത് ചെയ്യാനാണ്, ഞാനൊരു പോലീസുകാരനായി പോയി, എനിക്ക് എല്ലാവരെയും സംശയിച്ചേ പറ്റൂ. അകത്തേക്ക് വരുമ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ ഒരു ഓണർ മാത്രം ഞങ്ങളെ കാണുമ്പോൾ നല്ല രീതിയിൽ പേടിച്ച് വിയർത്ത് ഒരു വല്ലാത്ത രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു ഓണർ പറയും, അത് ഞാൻ കിച്ചണിലേക്ക് പോയിട്ട് ബർഗർ ഉണ്ടാക്കുമായിരുന്നു, അതുകൊണ്ടാണ് വിയർത്ത് പോയതെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഒരു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയപ്പോൾ ഇത്രയും നല്ലോണം വിയർക്കൂ? ഒരിക്കലുമില്ല. ഓക്കെ, അതെല്ലാം പോട്ടെ, നീ കൊല ചെയ്തിട്ട് അകത്തേക്ക് വരുമ്പോൾ നിന്റെ കയ്യിൽ രക്തം ഉണ്ടായിരുന്നു. ആ ഒരു രക്തക്കറയെല്ലാം നീ കൈ കഴുകി ഒരു തുണിയിൽ തുടച്ചു. ആ ഒരു തുണി ദേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു തുണിയും എടുത്തിങ്ങനെ കാണിക്കാണ്. അപ്പൊ ആ ഒരു ഓണർ പറയും, അത് ഞാൻ ആ ഒരു ചിക്കനെല്ലാം കട്ട് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ പറ്റിയതാണ്, അല്ലാതെ ഇത് മനുഷ്യനെ കൊന്നൊന്നുമല്ല എന്ന് ആ ഒരു ഓണർ പല രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ഹീറോ പറയും, ഓക്കെ അതെല്ലാം ശരി, അത് ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യ രക്തമാണോ അതോ ചിക്കന്റെ രക്തമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണർ ഓക്കെ എന്തായാലും പെട്ടുപോയി. ഓക്കെ, ഇതെല്ലാം എന്തിനാണ് ചെയ്തത്? നമ്മുടെ ആ ഒരു ലിയോനെ കൊല്ലാൻ വേണ്ടി. ഇപ്പോഴാണെങ്കിലോ ഇനിയാണെങ്കിൽ വേറൊരു അവസരം കിട്ടത്തില്ല, ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണർ പതിയെ ആ ഒരു കത്തി ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഇത്രയും നേരം ആ ഒരു തോക്ക് എവിടെ ഒളിപ്പിച്ചു വെച്ചോ എന്തോ നമ്മുടെ ലിയോ ആണെങ്കിലും ഒളിപ്പിച്ചു വെച്ച ആ ഒരു തോക്ക് ഇങ്ങനെ എടുക്കാണ്. എന്നിട്ട് രണ്ടുപേരും അടിയുണ്ടാക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും ഹീറോ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് നിർത്താനായിട്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. അതില് നമ്മുടെ ലിയോ പെട്ടെന്ന് ആ ഒരു ഓണറിനെ ഷൂട്ട് ചെയ്യുന്നതും ഹീറോ വേറെ വഴിയില്ലാതെ ലിയോനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോലീസ് ഇവിടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി രണ്ടുപേരുടെ ശരീരം അവിടെ നിന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരെയും അവിടെ നിന്ന് കൊണ്ടുപോകാൻ പോവാണ്. അകത്തുണ്ടായിരുന്ന എല്ലാ കസ്റ്റമറിനെയും വെളിയിലേക്ക് പറഞ്ഞു വിടുന്നു. ഇപ്പൊ അകത്തുള്ളത് നമ്മുടെ ജോലിക്കാരിയായിട്ടുള്ള സാറ, ഹീറോയിനും അകത്തുണ്ട്. അതുപോലെ സാറയ്ക്കാണെങ്കിലോ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഈ ഒരു കടയുടെ ഓണർ അയാള് 41 പേരെ കൊന്നു എന്നുള്ള കാര്യം അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ആ ഒരു പേടി ഇപ്പോഴും മാറിയിട്ടില്ല. അത് ടീനേജർ ആയിട്ടുള്ള കുട്ടികള് അവര് പാർട്ടി ചെയ്യുന്ന സമയത്ത് അവിടെ പോയി എന്റെ ഓണർ എങ്ങനെയാണ് അവരെ കൊല്ലുന്നത്, എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നെല്ലാം അവള് പറയുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് മുഖം കഴിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവള് നേരെ ബാത്റൂമിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് പോയാളാണെങ്കിലോ കുറെ കഴിഞ്ഞിട്ടും വെളിയിലേക്ക് വരുന്നില്ല. എന്താണെന്നറിയാൻ വേണ്ടി നേരെ ബാത്റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ബാത്റൂമിനകത്ത് സാറയെ കാണാനില്ല. അവളെവിടെ പോയെന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മാംസം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സാം ഉണ്ടല്ലോ, അവൻ യൂസ് ചെയ്തിരുന്ന അവൻ ഈ ഒരു ബെറീസിന്റെ അലർജിക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന ആ ഒരു മെഷീനില്ലേ,
അത് ഈ ഒരു മാംസത്തിനകത്ത് കുത്തിക്കയറ്റി വെച്ചേക്കാണ്. അങ്ങനെ ഇത് കണ്ട് ഹീറോയിൻ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് വെളിയിൽ നമ്മുടെ ഹീറോ കരയുന്നൊരു ശബ്ദം എന്താണെന്നറിയാൻ വേണ്ടി ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയുടെ കഴുത്ത് മുറിഞ്ഞിട്ട് അവൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. അതുപോലെ ഈ ഒരു ടേബിളിന് മുകളിലാണെങ്കിൽ കില്ലർ യൂസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു മാസ്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ, അതിൽ ആ ഒരു മാസ്ക് മാത്രം കാണാനില്ല. അപ്പൊ തന്നെ ഹീറോയിന് മനസ്സിലായി ആ ഒരു കില്ലർ ഇവിടെ വന്ന ആ ഒരു മാസ്ക് എടുത്തിട്ട് ഈ ഒരു കാടിനകത്തേക്ക് തന്നെ പോയിട്ടുണ്ടെന്ന്. ഹീറോയിനായാലും പെട്ടെന്ന് തോക്കും കൊണ്ട് അതിനകത്തേക്ക് കയറിയിട്ട് ഓക്കെ നീ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഇപ്പൊ വെളിയിലേക്ക് വാ, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, നീ എന്തിനാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തത് ആ ഒരു കാരണം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, അതുകൊണ്ട് വെളിയിലേക്ക് വരാൻ പറയുമ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്ന ഒരാള് എന്നിട്ട് മാസ്ക് എടുത്ത് ഇങ്ങനെ മാറ്റുന്നതും അത് വേറെ ആരുമല്ല അടയ്ക്കാ കുരുവിയെ പോലെ ഇരിക്കുന്ന നമ്മുടെ സാറ. ഓക്കെ എന്തിനാ നീ അവരെല്ലാവരെയും കൊന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവൾ ആ ഒരു കാരണം പറയുന്നത്. ആദ്യത്തെ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് മുതലാണല്ലോ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ പോയിട്ട് 13 പേരെയാണ് ഇവളെ കൊന്നത്. അങ്ങനെ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാറയും അവളുടെ സഹോദരനും വാലണ്ടിയർ ആയിട്ട് ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിലുണ്ടായിരുന്നു. അതല്ല ഇവളുടെ സഹോദരനാണെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് കുറവുകളൊക്കെ ഉള്ള ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ സംസാരിക്കാനോ നടക്കാനോ ഒന്നും അവനെ കൊണ്ട് കഴിയത്തില്ല. ആ ഒരു കാരണം വെച്ചുകൊണ്ട് ക്യാമ്പിംഗ് സൈറ്റിലെ എല്ലാവരും അവനെ ഒരുപാട് കളിയാക്കിയത് മാത്രമല്ലാതെ അവനെ ഉപദ്രവിക്കുന്നതും അവൻ കഴിക്കുന്ന ആഹാരത്തിൽ ചിലന്തി പാറ്റ ഇതിനെ കൊണ്ടിടുന്നത് ഇങ്ങനെ പല രീതിയിൽ ഒരു പയ്യനോട് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കുന്നുണ്ട്. അതൊരു എക്സ്ട്രീം ലെവലിൽ പോയിട്ട് ഇതിനടുത്തുള്ള ഒരു കാടിനകത്തേക്ക് കൊണ്ടുവന്ന് ഡ്രസ്സൊന്നുമില്ലാതെ അവനെ നിർത്തിയിട്ട് അവിടെ വെച്ച് അവനെ കെട്ടിത്തൂക്കി കൊല്ലുകയും കൂടി ചെയ്തു. ഇതാണെങ്കിൽ അവിടുത്തെ ക്യാമ്പിംഗ് ഓണർ അത്ര വലിയ കാര്യമാക്കിയില്ല. ഇപ്പൊ ഈ ഒരു കാര്യം പോലീസ് അറിഞ്ഞ് ഇതൊരു കേസാക്കി എടുത്തു കഴിഞ്ഞാല് ഇവരുടെ ആ ഒരു ക്യാമ്പിങ് അത് നിർത്തിവെക്കും, പിന്നെ അവർക്ക് പണം കിട്ടത്തില്ല. ആ ഒരു രീതിയില് ഇതൊരു സൂയിസൈഡ് ആണെന്ന് അവർ വരുത്തി തീർത്തു. അപ്പോൾ തന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞാല് സഹോദരി വെറുതെ ഇരിക്കോ? ഒരിക്കലുമില്ല. ആ ഒരു ദേശത്തിലെ ബോൺ ഫേസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിനെ നിർമ്മിച്ച് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്യാമ്പിംഗ് സൈറ്റിൽ ചെന്ന് ആ 13 പേരെയും തന്റെ സഹോദരനെ ഉപദ്രവിച്ച 13 പേരെയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്തു. എന്നിട്ടും അവൾക്ക് ആ ഒരു ദേഷ്യം അടങ്ങിയില്ല. അതിനുശേഷമാണ് രണ്ടാമത്തെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വന്ന് ബാക്കിയുള്ളവരെ കൊന്നതും. ഓക്കെ അതിനുശേഷം എല്ലാം നിർത്തിയിട്ട് സമാധാനമായിട്ട് ജീവിക്കാം എന്നാണ് അവൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ എല്ലാ ദിവസവും അവള് ബസ്സിൽ പോയിട്ട് വരുന്നത് മേരി ഗോൾഡ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റിന്റെ അടുത്തൂടെയാണ്. ആ ഒരു ക്യാമ്പും അവിടെയുള്ള കുട്ടികളെ കാണുമ്പോൾ അവൾക്ക് അവളുടെ സഹോദരന്റെ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഓർമ്മ വന്ന് ഇവരെയും കൊല ചെയ്യാന്നുള്ള രീതിയിൽ ആ ഒരു ഓണർ ഷോപ്പിന് വെളിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇവളും നേരെ വെളിയിലേക്ക് പോയി ആ ഒരു ക്യാമ്പിലുള്ള എല്ലാവരെയും കൊല്ലുകയും ചെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് തിരിച്ചും വന്നു. അപ്പോൾ ഇവള് വെളിയിൽ പോയതോ ഉള്ളിലേക്ക് കയറിയതോ ആരും അങ്ങനെ ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓണർ പറഞ്ഞത് സത്യം തന്നെയാണ്. അവൻ കിച്ചണിൽ പോയിട്ട് വന്നതുകൊണ്ടാണ് നല്ലതുപോലെ വിയർത്തത്. പിന്നെ ആ ഒരു രക്തം പറ്റിയ തുണി അത് നമ്മുടെ ഓണറിന്റെ കയ്യിൽ കൊടുത്തതേ സാറയാണ്. ഓക്കെ ഇതിനിടയിൽ നമ്മുടെ കണ്ണാടി സാമിന് സാറയാണ് കൊലയാളിയെന്ന് എങ്ങനെ മനസ്സിലായെന്നല്ലേ. ഇവൾ ഈ ഒരു കാടിനകത്തേക്ക് പോയിട്ട് പോലീസ് വരുന്നതിന് മുന്നേ തിരിച്ചു വരുന്ന ആ ഒരു സമയം ഈ കാടിനകത്തുള്ള ചെടിയും ഇലയും ഇതെല്ലാം അവളുടെ തലയിൽ ഇങ്ങനെ കുടുങ്ങിയിരുന്നു. അതിലൊരു ഭാഗം നമ്മുടെ സാം ആണെങ്കിലും അതിലൊരു ഇലയാണെങ്കിൽ സാമാണ് അവളുടെ തലയിൽ നിന്ന് എടുത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾക്കറിയാം എന്തായാലും സാമ് അവളാണ് കൊലയാളിയെന്ന് കണ്ടുപിടിച്ച് കാണും. അതുകൊണ്ട് ഈ ഒരു സത്യം വേറെ ആരോടും പറയാതിരിക്കാൻ വേണ്ടി അവളായിട്ട് തന്നെയാണ് അവൻ കുടിക്കുന്ന ആ ഒരു ഡ്രിങ്ക്സിൽ ബെറീസ് മിക്സ് ചെയ്ത് കൊടുത്തത്. അതുമല്ല ആ ഒരു മെഷീൻ എടുത്ത് മാറ്റി വെച്ചതും ഇവള് തന്നെയാണ്. അതുമല്ല ലിയോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് എവിടെയാണെന്ന് വെച്ചതെന്നും സാറയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. എന്തായാലും ഇവര് തമ്മിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതെല്ലാം അവസാനിക്കും എന്ന് അവൾ വിശ്വസിച്ചതുകൊണ്ട് ഒന്നും ചെയ്യാതെ അങ്ങനെയായിരുന്നു. ഇത് സത്യത്തിൽ നമ്മുടെ ഹീറോ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഹീറോയുടെ ജീവനും പോകത്തില്ലായിരുന്നു, ബാക്കിയുള്ള 2 പേരുടെ ജീവനും വെറുതെ പോകത്തില്ലായിരുന്നു. അപ്പൊ ഇത്രയും സത്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ഹീറോയിനെയും അവള് വെറുതെ വിടുമെന്നാണോ? ഒരിക്കലുമില്ല. ഹീറോയിനെ കൊല്ലാനായിട്ട് ആ ഒരു കോടതി എടുത്ത് അവളുടെ മുതുകിലേക്ക് ഒരു വെട്ടുവെട്ടുന്നുണ്ട്. പക്ഷെ താഴെ വീണ ഹീറോയിൻ പോലീസല്ലേ, അതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ ആ ഒരു തോക്കുണ്ട്, അതെടുത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സാറയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോ ബീച്ചിന്റെ സൈഡിലായിട്ട് ഒരു 4 പേരിരുന്ന് ബോൺ ഫേസ് കില്ലർ എന്ന് പറഞ്ഞ ആ ഒരു കില്ലറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ 4 പേരും അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ബോൺ ഫേസ് കില്ലർ എന്ന് പറഞ്ഞ ആ ഒരു കില്ലർ മരിച്ചാലും അവന്റെ കഥ ഇനിയും അവസാനിക്കത്തില്ല എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.